ശരിക്കും ഇന്നലത്തെ മാച്ച് എത്രത്തോളം ആവേശമുണ്ട്, എത്രത്തോളം ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് ആ ഒരു കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഉണ്ടോ എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ മാച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ആ ഒരു ശക്തിയേറിയ രണ്ട് ടീമുകൾ, കാരണം ക്വാളിഫയറിൽ കയറിയിട്ടുള്ള രണ്ട് ടീമുകളാണ് RCB ആണെങ്കിലും SRH ആണെങ്കിലും, അത്യാവശ്യം നല്ല രീതിയിൽ അവർ ലീഗ് മാച്ചസിലൊക്കെ കളിച്ച് ഓൾമോസ്റ്റ് ലീഗിന്റെ അവസാനത്തോടുള്ള മാച്ച് രണ്ട് തുല്യ ശക്തികൾ തന്നെ വേണമെങ്കിൽ പറയാം ഓൾമോസ്റ്റ് ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ. കാരണം രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ കരുത്ത് നിറഞ്ഞ ബാറ്റിംഗ് തന്നെയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ബൗളിങ്ങിലും നല്ല രീതിയിൽ അവർ ആ ഒരു മൂർച്ച കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കാരണം ഫസ്റ്റ് ജയിച്ച മാച്ചസിലൊക്കെ കൂടുതലും ബാറ്റിംഗിലാണ് ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബൗളിങ്ങിലും കൂടി അവർ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ടുള്ള ഒരു ആ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇന്നലത്തെ മാച്ചിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ വെടിക്കെട്ടായിരുന്നു അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡിന്റെ. അതായത് ആ ഒരു ഇന്നലെ ട്രാവിസ് ഷേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു കോംബോ തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോംബോ ഉണ്ടല്ലോ അത് ഗംഭീരമാണ്. കാരണം SRHന്റെ ഞാൻ നോക്കിയെടുത്തോളം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ GTനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ടോപ്പ് ഓർഡേഴ്സിലുള്ള ബാറ്റ്സ്മാരുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് SRHന്റെയും പ്രത്യേകത. കാരണം ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ക്ലാസൻ, ഈ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിതീഷ് കുമാർ റെഡ്ഡിയും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിതീഷ് കുമാർ റെഡ്ഡിയുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ ഇട്ടിട്ട് അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 5 പേരടങ്ങുന്ന ഒരു ബാറ്റിംഗ് ഓർഡർ ഉണ്ട്. ആ ബാറ്റിംഗ് ഓർഡറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ടീമിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഈ ഒരു ബാറ്റിംഗ് ഓർഡറിനെ പൊട്ടിക്കാനൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല RCB. അതിന്റെ റിസൾട്ടാണ് ശരിക്കും അവസാനം 55 റൺസിന് RCB തോറ്റതെന്ന് പറയാം. കാരണം എല്ലാവരും ഫോം, അതായത് ഇറങ്ങിയ എല്ലാവരും അവരുടെ കോൺട്രിബ്യൂഷൻ ഗംഭീരമായിട്ട് കൊടുത്തു. 4 വിക്കറ്റ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. 255 റൺസാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പം SRH എടുത്തത്. ആൻഡ് SRHന്റെ ബൗളിംഗ് യൂണിറ്റും അങ്ങനെ തന്നെയാണ്. കിഡിലൻ ബൗളിംഗ് യൂണിറ്റ് ആണ്. ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട് ക്യാപ്റ്റൻ തന്നെയാണ് പാറ്റ് കമിൻസ്. പാറ്റ് കമിൻസിന്റെ കൂടെ പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ടീമാണ് SRH. അപ്പുറത്ത് നോക്കിയാൽ RCB അങ്ങനെ തന്നെയാണ്. RCBന്റെ നല്ലൊരു ബാറ്റിംഗ് സെറ്റ് ഉണ്ട്. കാരണം കിങ് കോഹ്ലി നയിക്കുന്ന ഒരു ബാറ്റിംഗ് ഓർഡേഴ്സ് തന്നെ ഉണ്ട്. അവിടെയും അതുപോലെ തന്നെ ഒരാൾ ഫോം ആയാൽ കളി മാറ്റിമറിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ് അവിടെ ഉള്ളത്. ചില മാച്ചസിൽ കൃണാൽ പാണ്ഡ്യ ഫോം ആവുന്ന സമയത്ത് കഴിഞ്ഞ നമ്മളൊരു മാച്ചിൽ കണ്ടായിരുന്നു, വെങ്കടേഷ് അയ്യർ ടോപ്പ് ഓർഡർ വന്നപ്പോൾ വെങ്കടേഷ് അയ്യറിന്റെ ഒരു ഫോം ഉണ്ടായിരുന്നു. കിങ് കോഹ്ലി ഒറ്റയ്ക്ക് കളിപ്പിക്കുന്ന കളികളുണ്ട്. ദേവദത്ത് പടിക്കൽ ഇപ്പൊ നല്ല ഫോമിലാണ്, കൺസിസ്റ്റന്റ് പ്ലെയർ ആണ്. രജത് പാട്ടിദാർ വെടിക്കെട്ട് അടിയടിക്കാൻ കെൽപ്പുള്ള താരമാണ്. അതുപോലെ തന്നെ ടിം ഡേവിഡ് സിക്സ് ഒക്കെ അടിക്കുന്നത് ഇത്ര സിക്സ് ഒക്കെ ഭയങ്കര ഈസി ആണോ എന്ന് ഫീൽ ചെയ്തു ആളടിക്കുന്ന കാണുന്ന സമയത്ത്. ക്യാമിയോ കളിക്കാൻ വേണ്ടി ജിതേഷ് ശർമ്മ, അങ്ങനെ അവിടെ ശരിക്കും SRHനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ടീമാണ് RCB. അതുപോലെ തന്നെ ബൗളിംഗിൽ RCBയിൽ ഭുവനേശ്വർ കുമാർ ആൻഡ് ഹേസൽവുഡ്, രണ്ട് ബെസ്റ്റ് ബൗളേഴ്സ് ലീഡ് ചെയ്യുന്ന ആ ഒരു ടീം. അങ്ങനെയൊക്കെ പ്രത്യേകതകൾ. കൃണാൽ പാണ്ഡ്യ സൈക്കോ ടൈപ്പ് ബോളിംഗ് ആണ്, ആൾക്കും വിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. സുയാഷ് ശർമ്മ അങ്ങനെ തന്നെ. അപ്പൊ ആ ഒരു സെറ്റാണ് രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് ബാറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ചേസിങ്ങിലോട്ട് എത്താൻ വേണ്ടി പറ്റിയില്ല. മാക്സിമം 200 വരെ എത്തിച്ചു. പക്ഷെ എവിടേക്കോ വന്ന പാളിച്ചകൾ കാരണം വിക്കറ്റുകൾ കറക്റ്റ് ടൈമിൽ പാറ്റ് കമിൻസിന്റെ ടീം സെറ്റ് ചെയ്തെടുത്തത് കൊണ്ട് ഇന്നലെ RCBക്ക് ജയിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. ആദ്യം ബാറ്റ് ചെയ്ത SRHന്റെ 4 ഓവറിലെ സ്കോർ തന്നെ 45 ആണ്. 45 റൺ ആകുമ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. ട്രാവിസ് ഹെഡാണ് അവിടെ ഔട്ട് ആവുന്നത്. പക്ഷേ പവർ പ്ലേയിൽ തന്നെ വെടിക്കെട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 16 ബോളിൽ 26 റൺസ് എടുത്തിട്ട് 5 4 അടിച്ചിട്ടാണ് ട്രാവിസ് ഹെഡ് ആ ഒരു തുടക്കം കുറിച്ചത്. അവിടെ ഫസ്റ്റ് വിക്കറ്റ് പോയെങ്കിലും നല്ലൊരു ടോട്ടൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു 4 ഓവർ എത്തുന്ന സമയത്ത്. പിന്നീട് അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും കൂടി അത്യാവശ്യം വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. 97 ടീം എത്തുമ്പോഴാണ് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് അഭിഷേക് ശർമ്മ ആക്ച്വലി 2 പ്രാവശ്യം ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 ചാൻസ് എന്ന കുറച്ച് ടഫ് ചാൻസ് ആണ്. പക്ഷെ എന്നാലും അത് എടുത്തിരുന്നെങ്കിൽ കളിയുടെ ടോട്ടൽ ഒന്ന് മാറിയേനെ, കുറച്ചൊന്ന് പ്രഷർ വീണേനെ. പക്ഷെ ആ 2 ക്യാച്ചസ് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ, അതായത് ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഡിഫിക്കൽട്ടി ആണെങ്കിലും ഡ്രോപ്പ് ആയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ആളുടെ അടിയിൽ ഒരു മയം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ശരിക്കും ആ ഒരു SRHന്റെ ബാറ്റിംഗിൽ ഒന്നും കൂടി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. 22 ബോളിൽ 56 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 4 4ഉം 5 6ഉം ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 254 ആട്ടോ ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 97 2 വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് ഒരു കിഡിലൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു ഹെൻറി ക്ലാസനും ഇഷാൻ കിഷനും തമ്മിൽ. 210 ആകുമ്പോഴാണ് ഹെൻറി ക്ലാസൻ ഔട്ട് ആവുന്നത്. ഹെൻറി ക്ലാസൻ നമുക്കറിയാലോ, കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. എല്ലാ മാച്ചസിലും ആളുടേതായ ഒരു കിഡിലൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അത് ഇന്നലത്തെ മാച്ചിലും കാണാൻ വേണ്ടി പറ്റി. ക്ലാസിൽ ഇന്നലെ തുടങ്ങിയത് കുറച്ച് മെല്ലെ ആയിരുന്നെങ്കിലും, കാരണം 9 ബോളിൽ 5 റൺസ് ഒക്കെ ഉള്ള സമയത്ത് നിന്ന് പിന്നീട് അങ്ങോട്ട് അടിച്ചിട്ട് 24 ബോളിൽ 51 റൺസാണ് എടുത്തത്. 2 4ഉം 5 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 212 ആയിട്ടാണ് സ്ട്രൈക്ക് റേറ്റ്. അതായത് ആ ഒരു സ്ട്രൈക്ക് റേറ്റിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരു ബാറ്റ്സ്മാനാണ് ഹെൻറി ക്ലാസൻ. 210 3 വിക്കറ്റ് പോയല്ലോ, ഓക്കെ, ഇത്രയും നല്ല ടോപ്പ് ഓർഡേഴ്സിലുള്ള ആൾക്കാരൊക്കെ പോയി, ഇനി കുറച്ചൊരു സമാധാനിട്ട് ഇരിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡി വന്നിട്ട് ആ ഒരു കളി കഴിയുന്നവരെ നിതീഷ് കുമാർ റെഡ്ഡി ഇഷാൻ കിഷന്റെ ഒരു കോമ്പിനേഷനും കൂടി അഗെയിൻ കാണാൻ വേണ്ടി പറ്റി. ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ്, അതായത് ടീമിന്റെ ടോട്ടൽ 255 എത്തുന്നവരെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 45 റണ്ണിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ്. ലാസ്റ്റ് ബോളിലാണ് ഇഷാൻ കിഷൻ ഔട്ട് ആവുന്നത്. 12 ബോളിൽ 29 റൺസാണ് നിതീഷ് കുമാർ റെഡ്ഡി എടുത്തത്. ഒരു 4ഉം 3 6ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ആളുടെ സ്ട്രൈക്ക് റേറ്റ് 241 ആയിരുന്നു. 46 ബോളിൽ 79 റൺസാണ് ഇഷാൻ കിഷൻ എടുത്തത്. ഇന്നലത്തെയും ടോപ്പ് സ്കോറർ ഇഷാൻ കിഷൻ തന്നെയാണ്. 8 4ഉം 3 6ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. RCBന്റെ ബൗളേഴ്സിൽ ഇന്നലെ ആർക്കും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം 10ന് മേലെയായിരുന്നു എല്ലാവരുടെയും വെക്കണം. ഭുവനേശ്വർ കുമാർ ആവട്ടെ, ഹേസൽവുഡ് ആവട്ടെ,
ആവട്ടെ റസിക് സലാം ആവട്ടെ 3 പേരും 50-ന് മേലെയാണ് ഇന്നലെ സ്കോർ കൊടുത്തത് 4 ഓവർ ബോൾ ചെയ്ത സമയത്ത്. ഇതിൽ റസിക് സലാം മാത്രമാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സുയാഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും ഷെപ്പേർഡൊക്കെ 3 ഓവറും 2 ഓവറൊക്കെ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരും 50 അടിച്ചേനെ. അതിൽ കൃണാൽ പാണ്ഡ്യ 2 ഓവറിൽ 24 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സുയാഷ് ശർമ്മയും 3 ഓവറിൽ 36 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 256 എന്നുള്ളൊരു ബിഗ് ടോട്ടൽ ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ RCBക്ക് സ്റ്റാർട്ടിംഗ് അത്ര മോശമായിരുന്നില്ല, നല്ല തുടക്കം തന്നെയായിരുന്നു. കാരണം ആ ഒരു പ്രഷറിലോട്ട് വീണു പോകാൻ സാധ്യതയുള്ള ഒരു മാച്ചിനെ പക്ഷേ പ്രഷറിൽ വീഴ്ത്താതെ ഗംഭീരമായിട്ട് അടിച്ചു തുടങ്ങിയത് നമ്മളെ വെങ്കടേഷ് അയ്യർ ആയിരുന്നു. വെങ്കടേഷ് അയ്യർ ഒരു ഭാഗത്തുനിന്ന് അടിച്ചു തുടങ്ങിയപ്പോൾ പിന്നീട് മെല്ലെ മെല്ലെ കിക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു നമ്മുടെ വിരാട് കോഹ്ലിയും. 4.3 ഓവറിൽ 60 റൺസ് ആകുമ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. വെങ്കടേഷ് അയ്യറിന്റെ ഒരു വെടിക്കെട്ടായിരുന്നു അവിടെ അത്ര വരെ ഉണ്ടായിരുന്നത്. 19 ബോളിൽ 44 റൺസാണ് ആളുടെ എടുത്തിട്ടുണ്ടായിരുന്നത്. 4 4ഉം 4 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 231 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പാർട്ട്ണർ, അതായത് കോഹ്ലിയുടെ പാർട്ട്ണർ ആയിട്ടുള്ള വെങ്കടേഷ് അയ്യർ ഔട്ടായതിനു ശേഷം പിന്നെ അതങ്ങോട്ട് അധികം നേരം നിൽക്കാണ്ട് തന്നെ 11 ബോളിൽ 15 റൺസ് എടുത്തിട്ടാണ് ഇന്നലെ കോഹ്ലി ഔട്ട് ആവുന്നത്. ദേവദത്ത് പടിക്കൽ കൊടുത്ത കോൺട്രിബ്യൂഷൻ ചെറുതായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 14 ബോളിൽ 21 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 4ഉം 1 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ദേവദത്ത് പടിക്കലും എല്ലാ മാച്ചസിലും അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ്. 94-ൽ 3 എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് 178 വരെ ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി കൃണാൽ പാണ്ഡ്യയും രജത് പാട്ടിദാറും തമ്മിൽ. പ്രത്യേകിച്ച് രജത് പാട്ടിദാർ കുറച്ച് ഭയങ്കരമായിട്ടുള്ള അടിയിലുള്ള അല്ല, കുറച്ച് ചെറിയൊരു ആങ്കർ ഇന്നിങ്സ് രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാണോ എന്ന് അറിയില്ല, കൃണാൽ പാണ്ഡ്യയും ആ ഒരു മോഡ് തന്നെയാണ് ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിലൊന്ന് അടിച്ച് കളിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും ഒരേ മോഡിൽ പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 39 ബോളിൽ 56 റൺസാണ് രജത് പാട്ടിദാർ എടുത്തത്. 6 4ഉം 1 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 18.2 ഓവർ ആകുമ്പോഴേക്ക് തന്നെ രജത് പാട്ടിദാർ ഔട്ടായി. 178-ൽ 4 എന്നുള്ള അവസ്ഥയിൽ നിന്ന് പിന്നീട് 200 വരെ എത്തിച്ചത് ടിം ഡേവിഡും കൃണാൽ പാണ്ഡ്യയും കൂടി ചേർന്നാണ്. 31 ബോളിൽ 41 റൺസ് എടുത്തിട്ട് 5 4ഓട് കൂടി കൃണാൽ പാണ്ഡ്യ നോട്ട് ഔട്ട് ആയിട്ട് അവിടെ നിന്നു. അതുപോലെ തന്നെ ടിം ഡേവിഡ് 7 ബോളിൽ 15 റൺസാണ് എടുത്തത്. ഒരു 4 ഒരു 6 ഉണ്ടായിരുന്നു. അവസാനം ആളുടെ ഒരു ചെറിയൊരു വെടിക്കെട്ട് വരുന്ന RCB ഫാൻസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. RCB ബൗളേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നലെ സൺറൈസേഴ്സിന്റെ ബൗളേഴ്സ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കാരണം 3 ബൗളേഴ്സ് 10-ൽ താഴെയായിരുന്നു എക്കണോമി ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കുറവ് എക്കണോമിയിൽ ബോളർ ഷാക്കിബ് ഹുസൈനാണ്. 4 ഓവറിൽ 31 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷാൻ മലിംഗ. ഹെൻറി ക്ലാസിനെ പറയുമ്പോൾ ഇഷാൻ മലിംഗനെയും പറയണം. കാരണം ബാറ്റിംഗിൽ കൺസിസ്റ്റൻസി ഹെൻറി ക്ലാസിനാണെങ്കിൽ ബൗളിംഗിൽ കൺസിസ്റ്റന്റ് ആണ് ഇഷാൻ മലിംഗ. കാരണം എപ്പോഴൊരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നതൊക്കെ മാച്ചസിൽ ഇഷാൻ മലിംഗ തന്നെയാണ്. ആൻഡ് നല്ല രീതിയിലുള്ള വിക്കറ്റും ഇൻ ബിറ്റ്വീൻ എടുക്കാൻ പറ്റാറുണ്ട്. ഇന്നലെയും അത് ചെയ്തു. 4 ഓവറിൽ 33 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഹർഷൽ പട്ടേൽ ഇന്നലെ വിക്കറ്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ബൗളിംഗിൽ അത്യാവശ്യം പിടിച്ചെറിയാൻ നോക്കിയായിരുന്നു. കമ്പാരിറ്റീവ്ലി അതർ ബോളേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് 4 ഓവറിൽ 37 റൺസ് മാത്രമാണ് ആൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ട്രാവിസ് ഹെഡ് 1 ഓവർ എറിഞ്ഞെങ്കിലും 7 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു 4 വിക്കറ്റ് തന്നെയാണ് RCBന്റെ ഭാഗത്തുനിന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇന്നലത്തെ മാച്ച് കഴിഞ്ഞ സമയത്ത് വിലയിരുത്താൻ പറ്റിയ എന്താ വെച്ചാൽ കുറച്ചും കൂടി SRHന്റെ ബാറ്റിംഗ് ഓർഡർ നന്നായിട്ട് വരുന്നുണ്ട്. അതായത് ഒന്നും കൂടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാച്ചസ് കഴിയും തോറും. കാരണം ഇവരുടെ ഈ ടോപ്പ് ഓർഡേഴ്സ് ഫോം ആവുന്ന മാച്ചസ് ആണ് എപ്പോഴും SRH ജയിക്കാറുള്ളത്. ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും ചേർന്നൊരു സെറ്റ്. കാരണം ടോപ്പിൽ നമ്മുടെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഹെൻറി ക്ലാസൻ അല്ലെങ്കിൽ ഇഷാൻ കിഷൻ പോലുള്ള പ്ലേയേഴ്സ്, നിതീഷ് കുമാർ റെഡ്ഡി, അവരൊക്കെ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നതുകൊണ്ടാണ് ശരിക്ക് SRHന് ജയിക്കാൻ പറ്റുന്നതെന്ന് ഇന്നലത്തെ മാച്ചിൽ മനസ്സിലായി. അത് മാത്രമല്ല അവർക്ക് കട്ട സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ബൗളിംഗ് യൂണിറ്റും കൂടി SRHന് ഉണ്ട്. അതായത് കുറെ ബൗളേഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് അവരൊക്കെ ബൗളേഴ്സ് തന്നെയാണ്, ഒരിക്കലും പാർട്ട് ടൈം ബൗളേഴ്സ് എന്നുള്ള രീതിയിൽ കൂടുതൽ ഓപ്ഷൻസ് അല്ല, ബൗളേഴ്സ് ആയിട്ട് തന്നെയാണ് അവർ വന്നിട്ട് ബോൾ എറിയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ RCBയിൽ ഇന്നലത്തെ മാച്ച് RCBക്ക് ജയിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം ഫസ്റ്റ് ഒക്കെ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആ ഒരു ഇന്റന്റോടുകൂടി കളിക്കുന്ന ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ കൃണാൽ പാണ്ഡ്യയുടെയും രജത് പാട്ടിദാറിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഈവൻ SRHന്റെ നല്ല ബൗളേഴ്സ് ആണ്, നല്ല ബൗളിംഗ് യൂണിറ്റ് ആണ്, നല്ല അവർ കുറച്ച് ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഇച്ചിരി കൂടി ഒന്ന് അടിക്കായിരുന്നില്ലേ, ഒന്ന് അടിച്ച് കളിച്ച് നോക്കായിരുന്നില്ലേ? വിക്കറ്റ് പോയാൽ എന്താ, ഇനിയും പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ടിം ഡേവിഡ് പോലത്തെ പ്ലേയേഴ്സ് വരാനുള്ള സമയത്ത് എന്തിനാണ് അവിടെ ഒരു റിസ്ക് അധികം എടുക്കാണ്ട് ഭയങ്കര സേഫ് സോണിൽ കളിച്ചൊരു ഫീൽ എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒന്ന് റിസ്ക് എടുത്ത് കളിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ കളി ജയിക്കാൻ വരെ സാധ്യതയുള്ളൊരു മാച്ച് ആയിരുന്നു ഇന്നത്തെ. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് കളിച്ച് പോയത്. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണ് റൺ ഒന്ന് ഡൗൺ ആവുന്നത്. അത്ര വരെ നല്ല രീതിയിൽ റൺസ് പോയിക്കൊണ്ടിരുന്നതാണ്. കാരണം നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയായിരുന്നു. കാരണം RCBക്ക് ഇപ്പൊ അടുത്ത് കുറച്ച് മാച്ചസിൽ പ്രശ്നം എന്ന് വെച്ചാൽ ജേക്കബ് ബദലിന് ഇറക്കിയ സമയത്ത് അധികം സ്റ്റാർട്ടിംഗ് ഒന്ന് കൊടുക്കാറില്ല, നല്ല രീതിയിലുള്ള ഒരു സ്റ്റാർട്ട് കിട്ടാറില്ല. കോഹ്ലി മാത്രമാണ് പിന്നെ അടിക്കുന്നത്. കോഹ്ലിയും ഫിൽസോൾട്ടും വരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷെ അതിനുശേഷം ഇപ്പം വെങ്കടേഷ് അയ്യറിനെ കൊണ്ടുവന്നപ്പോഴും ഇപ്പോഴും നല്ലതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ RCBക്ക് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ആ ഒരു മാച്ച് 56 റൺസിന്റെ, പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറും ഹേസൽവുഡിനും വിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതും ഇന്നലത്തെ മാച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ വിക്കറ്റ് എടുക്കുന്ന മാച്ചസ് പൊതുവെ ജയിക്കാറുണ്ട് RCB.